ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റനക്കുട്ടീൻ്റെ +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുടെയും LKGയും UKGയും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലെ നമുക്ക് അങ്ങനത്തെ കുറച്ച് തിരക്കുകളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അതിനു മുമ്പ് ഇച്ചിരി ബേബിക്ക് ഫീഡിങ്ങൊക്കെ കഴിഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ അവൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ മുടങ്ങും. അപ്പോൾ ഇച്ചിരി ബേബീൻ്റെ ഫീഡിങ്ങും കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് കടന്നത്. സ്റ്റാർട്ടിങ് അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിന് ശേഷം ഞാനിതേ കുറച്ച് ബാസ്മതി റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് വെന്ത് വരുമ്പോൾ അത് നല്ല നീളത്തിൽ തന്നെ പൊട്ടാണ്ട് വരും കേട്ടോ. അതൊരു 10 മിനിറ്റ് കുതിർന്ന് വന്നതിന് ശേഷമേ ഞാൻ വേവിക്കാനായിട്ട് ഇടുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ അവിടെയൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ആയതുകൊണ്ടും എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറുപ്പ് പൂപ്പൽ വരും കേട്ടോ. നിങ്ങൾ ചോദിക്കാറില്ലേ കിച്ചൺ എങ്ങനെയാണോ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം, വെറ്റാക്കി വെക്കരുത്, എപ്പോഴും ഡ്രൈ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പൂപ്പൽ വരും. പിന്നെ ഇതേ ഞാൻ അരി, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ 65 ആക്കുന്ന പോലെ മഷ്റൂം 65 പൊരിച്ച് എടുക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുമ്പ് വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ലഞ്ച് ഇത്ര ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2-3 പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നാണ് 4 പേർക്കും ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ഹെവി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇതേ മഷ്റൂം എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടൺ മഷ്റൂമാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. നമുക്കിതുപോലെ പൊരിച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിൽ. പിന്നെ പനി ഭയങ്കരമായിട്ടുള്ള പനിയായിരുന്നു. എല്ലാവരും സൂക്ഷിക്കുക. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വീട് മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട്. ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു ക്ഷീണം ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ അതേ ഞാൻ ചില്ലി ചിക്കൻ പോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഷ്റൂംസ് എല്ലാം കൂടി അതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പീസസ് മാത്രം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ചോറിൻ്റെ കൂടെ താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഒന്നും കൂടെ ടേസ്റ്റ് വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. The chemicals that take us higher. The night's young. പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടെ എടുത്തിട്ട് വേവിച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. വെറുതെ വേവിച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അഗാറോൻ്റെ സുപ്രീം ഹൈ പ്രഷർ വാഷർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് 1800 വാട്ട്സ് ഹൈ പ്രഷർ വാഷർ റിമൂവ്സ്. അതായത് സ്റ്റെപ്പ് ബോൺ ആയിട്ടുള്ള ഡേർട്ട്, ഓയിൽ, ജങ്ക്, സ്റ്റിക്കി ഡസ്റ്റ് ഒക്കെ 120 ബാർസ് ഹൈ പ്രഷർ
ക്വിക്കായിട്ട് ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ അടിപൊളി നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഷറാണ് കേട്ടോ ഇത്. 6.5 ലിറ്റർ പെർ മിനിറ്റിൽ വെള്ളം ഫ്ലോ ആയിട്ട് നമ്മളിപ്പോൾ ലാർജ് സർഫേസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ലെസ്സർ ടൈമിൽ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അഡ്ജസ്റ്റബിൾ നോസിൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ഫോം ബോട്ടിലും കൂടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്താ പറയുക സോപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കാറും ഒക്കെ വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് വന്നിട്ട് 3 മീറ്റർ ഇൻലെറ്റ് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ് ഉണ്ട്. സ്പ്രേ ഗൺ എക്സ്റ്റൻഷൻ റോഡ്, ഇൻലെറ്റ് ഫിൽറ്റർ ഉണ്ട്. അതുപോലെ ഇൻലെറ്റ് കണക്ടർ, ടാപ്പ് കണക്ടർ, ബക്കറ്റ് വാട്ടർ ഫിൽറ്റർ, ഫോം സ്പ്രേ ബോട്ടിൽ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഹയാൻകുട്ടനാണ് കേട്ടോ അഡ്ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റാക്കി തരുന്നത്. നമ്മൾ കാറ് പിന്നെ നമ്മുടെ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇത് നമുക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഷട്ട് ഓഫ് ആവും. പമ്പ് ട്രിഗർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി സേവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ആവും കേട്ടോ. ഡിഫറെൻറ്റ് ഇതുപോലെയുള്ള മോഡൽ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല ഫോഴ്സിലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ആ ഫോം ബോട്ടിൽ വന്നിട്ട് നമ്മുടെ മെഷീൻ തന്നെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടില്ല, ഇതുപോലെ ഡിഫറെൻറ്റ് മോഡ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഈ ചുറ്റുമുള്ള ഈ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ബാത്റൂം കഴുകാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാർ കഴുകാൻ വേണ്ടി മാത്രമല്ല. പിന്നെ നമ്മളിത് ഒരു 10-15-20 മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മോട്ടർ വന്നിട്ട് ഓവർ ഹീറ്റ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ചേഞ്ച് ഓയിൽ ആഫ്റ്റർ യൂസ് ഓഫ് ഒരു 150-200 അവേഴ്സൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓയിൽ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കാറൊക്കെ പെട്ടെന്ന് ഇതുപോലെ കഴുകിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം വാഷ് ചെയ്യാനും വോള് വാഷ് ചെയ്യാനും അതുപോലെ കാറ് ഒക്കെ വാഷ് ചെയ്യാൻ നമുക്ക് സൂപ്പറായിട്ട് പറ്റും കേട്ടോ. അടിപൊളി ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. ക്യാരറ്റെല്ലാം തന്നെ കട്ട് ചെയ്യുമ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആക്കുന്ന സമയത്ത് മക്കൾ കഴിക്കാതിരിക്കൂല കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ കൊടുത്താണ് എന്നുള്ളത് കൊണ്ട് അത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോഴത്ത് മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേ ക്യാരറ്റെല്ലാം കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നീളത്തിൽ കാണും. ആ സമയത്ത് നമ്മൾ എടുക്കണം. ഒരുപാട് വേവാനും വെന്ത് ഉടഞ്ഞ് കുഴയുന്ന പോലെ ആവാനും പാടില്ല കേട്ടോ. ഇതിങ്ങനെ ആകുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം കൂടി ഒന്ന് വേവിക്കാനും വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് നമ്മൾ പൊതുവെ മക്കൾക്ക് വേവിക്കാതെ കഴിക്കാൻ കൊടുക്കില്ലേ. പക്ഷെ ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ കറക്റ്റായിട്ട് മക്കൾക്ക് കിട്ടുള്ളൂ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്നാണ്. കുട്ടികളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ക്യാരറ്റ്. അതുകൊണ്ട് രാവിലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കാനും വേണ്ടിയിട്ട് വെക്കുന്നത്. ഇന്ന് നമ്മൾ 6:30 കിച്ചണിലേക്ക് കയറി നോക്കിയതാണ് കേട്ടോ. ഏകദേശം എത്ര ടൈമിൻ്റെ ഉള്ളിൽ എല്ലാം ആയി കഴിയും എന്നുള്ളത് അറിയില്ലല്ലോ. കുറേ ദിവസമായാലും ഗ്യാപ്പ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 5:30 എന്തായാലും ഇനി കിച്ചണിലേക്ക് കയറേണ്ടി വരും. കാരണം 8 മണിയാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീരണം. ആ ഒരു കാൽക്കുലേഷനിലായിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ ഗാർലിക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോറ് താളിക്കാനും വേണ്ടിയിട്ടാണ്. ചോറ് എന്തിനപ്പം ഇങ്ങനെ താളിച്ച് വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് കറി വേറെ എക്സ്ട്രാ ഉണ്ടാക്കാതിരിക്കാമല്ലോ. അങ്ങനെ ഒരു എളുപ്പപ്പണിയും കൂടി ഉണ്ട് കേട്ടോ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചോറ് പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കൂലേ. നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഞാൻ കറി കൊണ്ടുപോകാറില്ല. അപ്പോൾ അതുപോലെ തന്നെ മക്കൾക്ക് കറിയുടെ ആവശ്യം ആ നേരത്തെ അതും കൂടെ ആകുമ്പോൾ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗാർലിക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് മഷ്റൂം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇല ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ പുതിന ഇലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ചോറ് കഴിക്കുന്ന സമയത്ത്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക കേട്ടോ.
കുറച്ച് ഡിൽ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ടേ വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസില്ലേ, ബസ്മതി റൈസ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ പൊന്നരിയിലാണ് ഇവിടെ എപ്പോഴും ചോറ് വയ്ക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് മൊത്തത്തിലൊരു കാൽക്കുലേഷൻ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് എടുത്തതാണ് കേട്ടോ. ബസ്മതി റൈസ് ആകുമ്പോൾ എത്ര നേരം എടുക്കും, സാധാ ചോറാകുമ്പോൾ എത്ര നേരം എടുക്കും, എല്ലാം ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. പിന്നെ മക്കൾക്ക് ഇതുപോലെ കറി വേണമെന്നില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇടയിൽ കൂടെ നമ്മുടെ വെജീസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മഷ്റൂംസ് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മഷ്റൂംസ് എല്ലാം ഇട്ട് ഒരു സൈഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ നേരത്തെ വെജീസ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ഒരു 3 ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഉപ്പേരിയൊക്കെ ആക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടും. വേവിച്ച് എടുക്കുന്നതായതുകൊണ്ട് വെജിറ്റബിൾസിൻ്റെ ആ ഒരു ന്യൂട്രിയൻസ് നമുക്ക് നഷ്ടപ്പെടുകയില്ല കേട്ടോ. അത് മാത്രം ഉപ്പേരിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ സൂപ്പ് പോലെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവേ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് നമ്മൾ പനി വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി ആയപ്പോൾ പിന്നെ ഒന്നും തൊട്ടിട്ടില്ല. ഒന്നാമത് ഞാൻ തൊടാൻ വിട്ടിട്ടില്ല, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഈ ഒരു പനി വന്നിട്ട് ഒരു ഡിപ്രഷനിലേക്ക് പോകാമെന്നൊക്കെ പറയില്ലേ, എന്നൊരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല തോന്നുന്നു, തീരെ ആരോഗ്യമില്ലായോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം പൊടി തട്ടി എടുത്തിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തയച്ചിട്ട്, സ്കൂൾ പൂട്ടി പിന്നെ അതിന് മുമ്പും എക്സാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നോർമലായിട്ടുള്ള ടിഫിനിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വെജീസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾ എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചിലർ ഈ ട്രൈ ചെയ്യാതെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളുടെ ഫുഡൊക്കെ എന്തോ പോലെ ഉണ്ട്, കഴിക്കാനേ വായിൽ വെക്കാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും ട്രൈ ചെയ്യാതെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് മോശമല്ലോ. ഒന്നാമത്തെ ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെയല്ല ഉണ്ടാവുക. ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വാങ്ങി വെച്ചതായിരുന്നു, ഭാഗ്യത്തിന് കേട് വന്നിട്ടില്ല കേട്ടോ. ഇത്ര ദിവസമായിട്ടും ഒരു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു. പനി ആയതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രൂട്ട്സിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും അനാറും ആണ് കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുത്തു വിടാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വാങ്ങി വെച്ചതൊക്കെ മക്കൾ ഒക്കെ അടിച്ച് കാലിയാക്കി ഇട്ട് ക്ലാസ്സിലേക്ക് കൊടുത്തു വിടുന്നതിന് മുമ്പേ കുറേ ദിവസം സ്കൂൾ ലീവൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിഫിനിൽ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടിഫിൻ ബോക്സ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കലുണ്ട്. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് എപ്പോഴും വീഡിയോ കാണുമ്പോൾ ബോറടി ആവില്ല എന്നിട്ടാണ് നമ്മൾ പറയാതെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ മാത്രം പറയുന്നത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, 2 പ്രാവശ്യമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഒന്ന് 5 കമ്പാർട്ട്മെൻ്റ് ഉള്ളതും മറ്റത് 4 കമ്പാർട്ട്മെൻ്റ് ഉള്ളതും അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത് 4 കമ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണല്ലോ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുന്നത്. അപ്പോൾ റനക്കുട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റനക്കുട്ടിക്ക് 2 കമ്പാർട്ട്മെൻ്റ് ഉള്ളത് വാങ്ങിച്ചത് അമ്മി. അതിലാകുമ്പോൾ എന്നിട്ട് നമുക്ക് കമ്പാർട്ട്മെൻറ്റ് വേറെ വെക്കുന്ന സാധനവും കൂടെ വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ ബാഗിൽ വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഒരു ടിഫിൻ ബോക്സും കൂടെ നമുക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ ഇത് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടൊക്കെ ഉണ്ട്. മുമ്പെന്ന് പറയുമ്പോൾ ഓൺലൈനിൽ മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങുന്ന സമയത്ത് അധികം ആർക്കും എന്താ പറയുക അറിയില്ലായിരുന്നു ഇത് എവിടെ നിന്നാണ് എങ്ങനെ എന്തായത് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് കൊടുത്തു വിടുമ്പോൾ അവർക്ക് കഴിക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് കളർഫുള്ളായിട്ട് ടിഫിൻ ബോക്സൊക്കെ കൊടുത്തു വിടുമ്പോൾ നോർമൽ നമ്മൾ സാധാ സിംഗിൾ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്ന സാധനം തന്നെയാണ്. കമ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചിട്ടുള്ളത് കൊണ്ട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു പ്രത്യേകതയില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ തന്നെ നോർമലി ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ ഇപ്പോൾ മുട്ട പൊരിച്ചത്, എന്തെങ്കിലുമൊക്കെ ഉപ്പേരി, പിന്നെ കറി, ചോറ് ഒക്കെ കൂടെ ആകുമ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 വിഭവങ്ങളാവുന്നുണ്ട്. നമ്മളിത് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസൊക്കെ ഇങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാവുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുക, അവരത് ഇഷ്ടത്തോടെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് മാത്രമല്ല എല്ലാ പാരൻസിനും ഇഷ്ടം ഉണ്ടാവും. അത് ഞാൻ പ്രാവർത്തികമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ റെനക്കുട്ടിക്ക് അങ്ങനെ ആദ്യമായിട്ട് +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റെനക്കുട്ടിക്ക് സീറ്റ് ശരിയായോ, ഏതാണ് സ്കൂൾ, ഒരുപാട് പേര് കമൻറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്ക് സുഖമില്ലാതായതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെനക്കുട്ടിക്ക് സ്കൂളിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസമാണ് അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ അങ്ങനെ +1 റെനക്കുട്ടി എന്റെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഓൾറെഡി ലേറ്റായി. പ്രാർത്ഥിക്കാൻ പറയും. ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയണം. ഓർമ്മയില് സ്കൂളിലേക്കാണ് പോണത്. ഞാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാര്യം പറഞ്ഞു. നല്ല ചുമള്ളോണ്ട് ഒരു പീസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ആദ്യത്തെ ദിവസം റനൊക്കെ ഇറങ്ങി, ഞാൻ പുറത്ത് നിൽക്കാണ്. അപ്പൊ വിളിച്ചിട്ടുണ്ടോ അയച്ചോ? റന എവിടെ? ഇപ്പൊ കുറച്ച് കളർ ഇല്ല ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ്. +1 സ്റ്റാർട്ട് ചെയ്യണം. നല്ല എക്സൈറ്റ്മെന്റ്, നെർവസ്നെസ് ഒക്കെ ഉണ്ട്. എവിടെ സ്കൂൾ? ഏതാ സ്കൂള്? ഇവിടെ പാലക്കാട് ടൗണില് BEM-ലാണ് ഞാൻ പോകുന്നത്. ഗവൺമെന്റ് സ്കൂൾ. സോ വെരി എക്സൈറ്റഡ്. എന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നന്നായി ഞാൻ പഠിക്കാം. നീ പഠിക്കാൻ നീ തന്നെ പഠിക്കണം. എല്ലാരും ഓർമ്മശക്തിയും അതും എല്ലാം കിട്ടാൻ. ശരി അറിയും. അസ്സലാമലൈക്കും. ബായ്. അയച്ചു ടാറ്റാ. ചുറ്റണായിരുന്നു അഭി പോവാ. പോയിക്കോ. ചുച്ചു റെഡിയായാ? അത്തയില്ലാത്തതുകൊണ്ട് നമ്മുടെ ചുച്ചുകുട്ടി അമ്മക്ക് തുണക്കി കിടക്കാനായിട്ട് ചുച്ചുകുട്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ അതേ റെഡി ആയിട്ട് അവളെയും കൂടെ പറഞ്ഞേക്കാണ്. ആദ്യം റനക്കുട്ടിനെ കൊണ്ടുവിട്ട്, പിന്നെ ഹയാൻകുട്ടിനെ കൊണ്ടുവിട്ട്, പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ചുച്ചുകുട്ടീനെയും മായ്ച്ചുകുട്ടീനെയും സ്കൂളിലേക്ക് കൊണ്ടുവിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ഒന്നല്ല, ബൈക്കിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ ഈ കാണുന്നതൊക്കെ 2 ദിവസം മുമ്പത്തെ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പത്തെ കാര്യങ്ങളാണ്. അയച്ചന് ഫസ്റ്റ് ഡേ സ്കൂളുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ പനി വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഒരു കോയമ്പത്തൂർ പോയതാണ് പനി വന്നത്.
അങ്ങനെ അവരുടെ സ്കൂളിൽ പോയിട്ട് കുറച്ച് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ ഞാനാണ് കേട്ടോ അവരെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ വണ്ടിയിൽ. പിന്നെ എൻ്റെ വണ്ടീനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വലിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആരും ഓല വണ്ടി എടുക്കരുത്, അത്ര മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്തത് വണ്ടീനെ കുറിച്ചിട്ട്. വെറുതെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് കുടുങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം 2 ദിവസം മുമ്പത്തെ ഒരു കാര്യമാണ്, നമുക്ക് ആസ്റ്റർ മെഡിസിറ്റീൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലക്കാട് ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് പനി കഴിഞ്ഞതിന് ശേഷം ആണ് പോകുന്നത്. എനിക്ക് തീരെ വയ്യ, പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ല. നേരത്തെ പോകണമെന്ന് പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ചാരിറ്റി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനിച്ചടക്കുന്നോർത്തുനിന്ന് വയ്യാതെ അങ്ങനെ എണിച്ച് പോയതാണ് കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു. മാഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ഭാവിയിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. അവരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് ലാസ്റ്റർ, എറണാകുളം, കോഴിക്കോടാണ് ഉള്ളത്. പക്ഷേ എങ്കിലും അവിടെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തലേദിവസം, ഇന്നത്തെ തലേദിവസത്തെ സംഭവമാണ് കേട്ടോ ഇത്. റനക്കുട്ടിക്ക് സ്കൂളിലേക്ക് യൂണിഫോം സെറ്റായിട്ടില്ല. അപ്പോൾ എങ്ങനെ ഒരു 10 ദിവസം കളർ ഡ്രസ്സ് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പൈസ തരാം, നീ പോയി എടുത്തോ, എനിക്ക് വരാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മപ്പ് പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഡിപ്രഷൻ പോലെ ഒന്നും എങ്ങോട്ടും പോവാതിരിക്കലായിരുന്നു ഞാൻ. പിന്നെ ലാസ്റ്റ് ഞാനില്ലാതെ അവൾക്ക് പറ്റൂല എന്നും പറഞ്ഞു. ഇക്കാൻ്റെ കൂടെ പറഞ്ഞേക്കാന്ന് ഞാൻ ചെക്കുകയും പറഞ്ഞു, നീ പോയാലേ സെറ്റാവുള്ളൂ, നീ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം അങ്ങോട്ടേക്ക് ഒന്ന് പോയതാണ്. പുറത്തേക്ക് പോയപ്പോൾ കുറച്ചൊന്ന് സെറ്റായ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ 500-നും 600-നൊക്കെ കുറച്ച് ടോപ്സൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ കിച്ചൺ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ കട്ട ഷോക്കായിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാം ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ഉണ്ട്. നമ്മുടെ കിച്ചാമണി ഇച്ചിലു ബേബി എണീറ്റ് കീ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കീയോ കീ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇച്ചിലു ബേബി. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നാളത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വാരൽ, പാത്രം കഴുകൽ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോയമ്പത്തൂർ പോയപ്പോൾ അങ്ങനെ ഒരു 2 പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടികൾ എന്ന് പറയുമ്പോൾ ഈ റൂം, നമ്മുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. മക്കൾ പോകുമ്പോഴേക്കും ഇവിടെ എല്ലാം മൊത്തം വലിച്ചു വാരിയിട്ട് തുണികളൊക്കെ താഴെയും അവിടെയൊക്കെ ഇട്ടിട്ടായിരിക്കും പോവുക. എനിക്കിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക, ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇനിയിപ്പോൾ ഇൻക്ലൂഡ് ആക്കുന്നില്ല. ഇത് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ. ഒരു മെഡിക്കൽ കിറ്റ് ബോക്സ്, മരുന്നുകളൊക്കെ ഇട്ടേക്കുന്നത് അവരങ്ങനെ തന്നൊരു സമ്മാനമാണ്, അസുഖം വന്നിട്ട് കിട്ടിയൊരു സമ്മാനം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കൽ ബാക്കിയൊക്കെയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബാക്കിയുള്ളതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് വയ്യ, സുഖമില്ല. അതുകൊണ്ട് ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.